എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ PMC മലയാളം പിരമിഡ് മെഡിറ്റേഷൻ ചാനൽ മലയാളത്തിന്റെ ഒരു പുതിയ അധ്യായമായ ധ്യാനയാത്ര, 14 ദിവസം നീണ്ടു നിൽക്കുന്ന ധ്യാനയാത്ര, അതിൽ 6ാമത്തെ ദിവസമാണ് ഇന്ന് നമുക്കായിട്ട് ഒരു മെഡിറ്റേഷന്റെ ക്ലാസ് എടുക്കുന്നത് ശ്രീമതി ജ്യോതിലക്ഷ്മി ജിയാണ്. എറണാകുളം കളമശ്ശേരി സ്വദേശിനിയാണ് ജ്യോതിലക്ഷ്മി ജി. മാസ്റ്റർ ജ്യോതിലക്ഷ്മി CMS എഞ്ചിനീയറിംഗ് കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്. ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഹസ്ബൻഡ് HMDയിൽ വർക്ക് ചെയ്യുന്നു. മകനും കുടുംബവും ചെന്നൈയിലാണ്. മകളും കുടുംബവും ചേർത്തലയിലുമാണ്. വളരെ കുറച്ച് കാലം മുമ്പാണ്, ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് ജ്യോതിലക്ഷ്മി ജി നമ്മുടെ ഈ ധ്യാന യാത്രയിലേക്ക്, ധ്യാന ഫീൽഡിലേക്ക്, മെഡിറ്റേഷൻ ഫീൽഡിലേക്ക് വന്നത്. പക്ഷേ വന്നിട്ട് വളരെ നല്ല എക്സ്പീരിയൻസ്, വളരെ ചെറിയ കാലത്തിനിടയിൽ തന്നെ നല്ല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്തു. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള മെഡിറ്റേഷൻ റിസൾട്ടുകളും ജ്യോതിലക്ഷ്മി ജിക്ക് കിട്ടി. മാസ്റ്റർ ജ്യോതിലക്ഷ്മി ജിയാണ് ഇന്ന് നമുക്കായിട്ട് ക്ലാസ്സുകൾ എടുക്കുന്നത്. ക്ലാസിന്റെ ശീർഷകം പീസ് ഓഫ് മൈൻഡ്, ക്ലാരിറ്റി ആൻഡ് ഫോക്കസ് എന്നുള്ളതാണ്. മനസ്സമാധാനം, വ്യക്തത, ശ്രദ്ധ, ഈ ഒരു കാര്യത്തെ പറ്റിയാണ് മാസ്റ്റർ ജ്യോതിലക്ഷ്മി ജി ഇന്ന് നമുക്കായിട്ട് ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ ധ്യാനയാത്രയിൽ എത്തിയ എല്ലാവർക്കും PMC മലയാളത്തിന്റെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഇന്ന് നമുക്കായിട്ട് ക്ലാസ് എടുക്കുന്ന മാസ്റ്റർ ജ്യോതിലക്ഷ്മി ജിക്ക് വളരെ സന്തോഷകരമായ ഒരു സ്വാഗതം ഞാൻ ആശംസിച്ചുകൊള്ളുന്നു. നമസ്കാരം. നന്ദി സന്തോഷ് ജി. നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാലോ? ഓക്കെ. നമ്മുടെ എല്ലാ ഗുരുക്കന്മാർക്കും എല്ലാ മാസ്റ്റേഴ്സിനും നമസ്കാരം. 14 ദിവസത്തെ മെഡിറ്റേഷൻ യാത്ര നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഈ PMC മലയാളം ചാനല് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്രയത്നിച്ച സുപ്രിയാജി, അതിനെ കോർഡിനേറ്റ് ചെയ്യുന്ന കല, എല്ലാവർക്കും, എല്ലാ മാസ്റ്റേഴ്സിനും ഞാൻ ഒന്നും കൂടെ നന്ദി പറയുന്നു. കാരണം ഞാൻ ഈ മെഡിറ്റേഷനിലേക്ക് വന്നത് ചിന്നു മാം ആണ് എന്നെ കൊണ്ടാക്കിയത്. അപ്പോൾ അതിലൂടെ ഞാൻ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അപ്പൊ അതിന് ഞാൻ ആദ്യം നന്ദി പറയുന്നു. പത്രിജി സ്വാമിയുടെ മെഡിറ്റേഷൻ ഒരു മാർഗമാണ് നമ്മൾ സ്വീകരിച്ചിരുന്നത്. ഇന്നത്തെ എൻ്റെ വിഷയം മനസ്സമാധാനം, വ്യക്തത, കേന്ദ്രീകൃത, പീസ് ഓഫ് മൈൻഡ്, ക്ലാരിറ്റി ഓഫ് മൈൻഡ് ആൻഡ് ഫോക്കസ് മൈൻഡ്. നമ്മുടെ മനസ്സ് പ്രഭാതത്തിൽ ഉണരുമ്പോൾ മുതൽ നമ്മൾ രാത്രിയിൽ ഉറങ്ങുന്നത് വരെ നമ്മളുടെ ഇങ്ങനെയും മനസ്സ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപൂർവമായിട്ട് നമുക്ക് മനസ്സിനെ നിശ്ചലമാക്കാൻ പറ്റുകയുള്ളൂ. നമ്മുടെ ധാരണകളെ നയിക്കാനും തീരുമാനങ്ങൾ തിരുത്താനും ചിന്തിക്കാനുമുള്ള ഒരു കഴിവ് നമ്മുടെ മനസ്സിനാണുള്ളത്. മനസ്സൊരു ശില്പിയാണ്, ശരിക്കും ഒരു മേക്കറാണ്. കാരണം പല കാര്യങ്ങളും നമ്മുടെ മനസ്സിലാണ് ഇട്ട് രൂപപ്പെടുത്തി നമ്മൾ ചിന്തകളായിട്ടും അത് പ്രവൃത്തികളായിട്ടും ലക്ഷ്യത്തിലേക്ക് എത്താനും ഒക്കെ മനസ്സെന്ന് പറയണ ഒരു സൂക്ഷ്മ ശരീരത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മനസ്സ്. ഈ 3 അവസ്ഥകളും തമ്മിൽ നല്ലപോലെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ശാന്തത എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പീസ് ഓഫ് മൈൻഡ് എന്ന് പറയുമ്പോൾ, നമ്മുടെ ഉള്ളിലുള്ള ചിന്തകൾ അതിനെ മാറ്റിവെച്ച് മനസ്സ് ഫ്രീ ആയിട്ട് വിട്ട് ശാന്തിയിലൂടെ പോവുക. അതായത് നമ്മളുടെ സമ്മർദ്ദം, ഭയം, അമിതമായ ഭയം അല്ലെങ്കിൽ ആശങ്ക, ഇതൊന്നുമില്ലാത്ത ഒരു അവസ്ഥയാണ് നമ്മൾക്ക് ശാന്തതയിലൂടെ കിട്ടുന്നത്. അങ്ങനെയുള്ള ശാന്തതയോടെ കിട്ടുകയാണെങ്കിൽ നമുക്ക് വ്യക്തതയിലൂടെ ചിന്തിക്കാൻ പറ്റും. അങ്ങനെ വ്യക്തതയിലൂടെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശ്രദ്ധ കൊടുത്ത് നമ്മളുടെ പ്രവൃത്തി എന്താണോ അത് നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും. അപ്പൊ ഈ ശാന്തമായ മനസ്സുണ്ടെങ്കിൽ നമുക്ക് ഉറക്കം കിട്ടും, ആരോഗ്യം കിട്ടും. അതുപോലെ തന്നെ മറ്റുള്ളവരോടുള്ള കോപം നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. മറ്റുള്ളവരോട് സ്നേഹം, കരുണ, ക്ഷമ, ഇവയെല്ലാം നമുക്ക് മനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ ശാന്തമായ മനസ്സിൽ നമ്മൾ ചിന്തകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ
അത് വ്യക്തതയോടുകൂടി നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുകയാണെങ്കിൽ, വ്യക്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തകളെ പ്രധാനമായിട്ടുള്ളവ സ്വീകരിക്കുക, അപ്രധാനമായിട്ടുള്ളത് നമുക്ക് തള്ളിക്കളയുക. ഇതെല്ലാമാണ് ചിന്തയിലൂടെ, വ്യക്തതയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് യഥാർത്ഥ കാര്യങ്ങളെ ശരിയായ രൂപത്തിൽ ചിന്തിക്കാനും ആ ചിന്ത നമുക്ക് ഫലപ്രാപ്തിയിലേക്ക് എത്താനും നമുക്ക് സാധിക്കും. ഇനി ചിന്തകൾ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ശരിയായിട്ടുള്ള ചിന്തകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ, നമ്മൾ അതിനെ ശ്രദ്ധ കൊടുത്താൽ, ആ ശ്രദ്ധ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു കാര്യം കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ പ്രവൃത്തി ആയിരിക്കും നമ്മുടെ മനസ്സിൽ കൂടുതൽ ഉണ്ടാവുക. നമ്മളിപ്പോ ഒരു പൂവിനെ കാണുകയാണെങ്കിൽ നമ്മൾ നിറത്തിനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിൽ ആ നിറമായിരിക്കും നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെയാണ് നമ്മുടെ ചിന്തകളും. നമ്മുടെ ചിന്തകൾ ശരിയായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ആ ശരിയായ ചിന്തകളായിരിക്കും മനസ്സിൽ വരിക. മോശം ചിന്തകളാണെങ്കിൽ മോശം ചിന്തകളായിരിക്കും മനസ്സിൽ വരിക. അപ്പൊ നമ്മൾ ചിന്തകളെ സെലക്ട് ചെയ്ത് ശരിയായിട്ടുള്ള ഒരു രൂപത്തിൽ, അതായത് കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ അതിനെ പ്രവൃത്തിപഥത്തിൽ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തും. ഈ മനസ്സിനെ ഇതെല്ലാം പാകപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പീസ് ഓഫ് മൈൻഡ്, ശാന്തതയിലൂടെ, ക്ലാരിറ്റിയിലൂടെ, അതായത് നമുക്ക് വ്യക്തമായ ചിന്തകളിലൂടെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ശ്രദ്ധ കൊടുത്ത് നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലക്ഷ്യത്തിൽ എത്തുമ്പോൾ നമ്മൾ ചെയ്ത കാര്യം കൂടുതൽ ഗുണപ്രദവും ഫലപ്രദവുമാവും. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു തടാകത്തില് നമ്മൾ നോക്കുകയാണെങ്കിൽ തടാകം ശാന്തമായിട്ടാണ് ഒഴുകുന്നത്. അപ്പോൾ അതിന്റെ അടി നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. വ്യക്തതയിലൂടെ നമ്മളൊന്ന് അതിന്റെ താഴെത്തട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ 3 ഘടകങ്ങളും നമ്മളുടെ ജീവിതത്തിൽ മനസ്സിന്റെ 3 അവസ്ഥകളാണ്. ഈ 3 അവസ്ഥകളും നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകണം. ഇതിന് നമ്മൾക്ക് ധ്യാനമാർഗം നമുക്ക് തന്നിട്ടുണ്ട് പത്രിജി സ്വാമി, സുപ്രിയാജി. എല്ലാവരും ആ മാർഗത്തിലൂടെ പോകുന്ന ആൾക്കാരാണ്. നമ്മൾ കുറേയധികം നമുക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഈ അനുഭവങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോയി തന്നെ നമ്മുടെ ജീവിതത്തിൽ അർത്ഥമുണ്ടാക്കി. നമ്മുടെ കഴിഞ്ഞുപോയ ചിന്തകളെ കുറിച്ച് നമ്മൾ ഖേദിക്കാതെ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ, വരുംകാലങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ, ഇന്നിനെ കുറിച്ച് മാത്രം ചിന്തിച്ചിട്ട് ഇതാണ് ഈ നിമിഷം, ഇതാണ് നമ്മുടെ ശ്വാസം. അങ്ങനെയല്ലേ? ഇന്നത്തെ ശ്വാസം അല്ലല്ലോ, നാളത്തെ ശ്വാസം അല്ലല്ലോ. ഇന്നത്തെ ശ്വാസത്തെ മാത്രമേ, ഈ നിമിഷത്തെ ശ്വാസത്തെ മാത്രമേ നമ്മൾ എടുക്കുന്നു. അപ്പോ നമ്മളുടെ ഈ ഒരു വിഷയം എന്ന് പറയുന്നത് ഈ 3 അവസ്ഥകളിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മൾക്ക് കാര്യങ്ങൾ കൂടുതൽ ഫലപ്രദമാകും, കൂടുതൽ ഗുണപ്രദമാകും. ഇത് മറ്റുള്ളവർക്കും നമുക്ക് വ്യത്യാസം വരുത്താൻ സാധിക്കും. നമ്മൾ വ്യത്യാസപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മളുടെ മനസ്സിൽ ശാന്തതയുണ്ടായി, നമ്മളുടെ മനസ്സിൽ വ്യക്തമായ ചിന്തകൾ എടുക്കാൻ പറ്റിയെങ്കിൽ, നമ്മൾ അതിനകത്തേക്ക് ശ്രദ്ധ കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മാത്രമല്ല, നമ്മുടെ കുടുംബം, സമൂഹം, ഇവർക്കെല്ലാവർക്കും അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ട്. ഇത്രയുമാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരുന്നത്. ഇനി നമുക്ക് മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ. എല്ലാവരും കണ്ണുകൾ അടയ്ക്കുക. കാലുകൾ കോർത്തു വയ്ക്കുക, കൈകൾ കോർത്തു വയ്ക്കുക. മനസ്സിനെ ശാന്തമായിട്ട് വിടുക, അതായത് ഫ്രീ ആയിട്ട് വിടുക. ശ്വാസത്തെ ശ്രദ്ധിക്കുക. നമ്മൾ പതിയെ മെല്ലെ ശ്വാസം നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുക.
നമ്മുടെ നമ്മുടെ ധ്യാനം നമ്മൾ ശ്രദ്ധയോടെ മ്യൂസിക് ഓൺ ചെയ്തോ? കേൾക്കുന്നില്ലേ? ശ്വാസത്തിലേക്ക് പോവുക. നമുക്ക് ഊർജ്ജമാണ് തരുന്നത്. ചിന്തകളെ നമ്മൾ മാറ്റി ഒന്നും കേട്ടില്ലായിരുന്നു വിടുക.
Just watch this interview right now. Let's go. I'm not at all aware of this. We've just been promoting.
നമുക്ക് മെഡിറ്റേഷൻ നിർത്താൻ സമയമായി. ശാന്തമായ മനസ്സിലേക്ക് നമ്മളെ ശ്വാസത്തെ മാത്രം ശ്രദ്ധിക്കുന്നു. എല്ലാ ഗുരുക്കന്മാർക്കും നമ്മൾ നന്ദി പറയുന്നു. നമുക്ക് ഇന്നത്തെ ദിവസം ഈ മെഡിറ്റേഷൻ ചെയ്യാൻ സാധിച്ചതിൽ നമ്മളെല്ലാവരോടും നന്ദി പറയുന്നു. നമുക്ക് സപ്പോർട്ട് ചെയ്ത നമ്മുടെ കുടുംബം എല്ലാവർക്കും ഈ സമയത്ത് നമുക്ക് ഇരിക്കാൻ പറ്റും. എല്ലാവർക്കും നമ്മൾ നന്ദി പറയുന്നു. നമ്മുടെ ശരീരത്തിനോട്, നമുക്ക് ഈ കിട്ടിയ സമയത്തിനോട്, നമ്മുടെ പ്രപഞ്ചത്തിനോട് എല്ലാവർക്കും നന്ദി പറഞ്ഞ് നമ്മൾ മെല്ലെ കൈകൾ കൂട്ടുപിടിച്ച് കൈകൾ മാറ്റുക. കൈകൾ തിരിഞ്ഞ് കണ്ണുകളുടെ മുകളിലേക്ക് വെക്കുക. മനസ്സിൽ ഒന്നുകൂടെ നന്ദി പറഞ്ഞ് കണ്ണുകൾ പതുക്കെ തുറക്കുക. കാലുകൾ ശരിയായ വിധത്തിൽ വയ്ക്കുക. 5, 4, 3, 2, 1, 0. താങ്ക് യു ജ്യോതി. താങ്ക് യു മാം. താങ്ക് യു. അയ്യോ, പറഞ്ഞതൊക്കെ വളരെ കറക്റ്റ് ആണ്. ഇതപ്പൊ ഇന്ന് തന്നെ എനിക്ക് അനുഭവം ഉണ്ടായി. ഈ മ്യൂസിക്കിൽ നിന്നും എനിക്ക് അനുഭവം ഉണ്ടായി. കാരണം ഈ മ്യൂസിക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഒരു ആഡ് വരുമ്പോഴെപ്പോഴും കേൾക്കാറുണ്ട്. പക്ഷെ എന്റെ ഫുൾ ഓഡിയോ ഇന്നാണ് കേട്ടത്. അപ്പോ എനിക്ക് അതിന്റെ അത് രാഗം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അത് അങ്ങനെ ശ്രദ്ധിക്കാറില്ല. അപ്പൊ അതിന്റെ ആ റൂട്ട് അദ്ദേഹം എങ്ങനെയാണ് വായിക്കുന്നത്, അതിന്റെ ആ സ്വരസ്ഥാനം ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് ആദ്യം പിടിയേ കിട്ടില്ല. അപ്പൊ ഞാൻ അതിൽ തന്നെ ശ്രദ്ധിച്ച് കേട്ടപ്പോ പെട്ടെന്ന് ഈ ക്ലിക്കായി വന്നത്. സ്വരം വന്നു മനസ്സിൽ, താനേ എനിക്ക് സ്വരം വന്നു. അപ്പൊ അതൊരു എക്സാമ്പിൾ മനസ്സിലാവും. അപ്പൊ നമ്മൾ അതിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കുമ്പോ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. നന്നായിരുന്നു ജോലി, ഇതിന്റെ ടോപ്പിക് നന്നായിരുന്നു കേട്ടോ. താങ്ക് യു ബാബു ചേച്ചി. ഓക്കെ. താങ്ക് യു ചേച്ചി, നന്നായിട്ട് പറഞ്ഞു കേട്ടോ. താങ്ക് യു. ആർക്കെങ്കിലും ചോദിക്കാം. Thank you, ചേച്ചി. നന്നായിട്ട് പറഞ്ഞു. മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. താങ്ക് യു ജ്യോതി മാം, വളരെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മനസ്സിൻ്റെ ശാന്തത എത്രത്തോളം അനിവാര്യമാണ് എന്ന്, അതെങ്ങനെ കൊണ്ടുവരാമെന്നൊക്കെ നല്ല ഭംഗിയായിട്ട് പറഞ്ഞു തന്നു. നന്ദി, ഒരുപാട് നന്ദി. താങ്ക് യു ജ്യോതി മാം. ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആയിട്ട് എല്ലാം അവതരിപ്പിച്ചു, നല്ലതായിട്ട് ചെയ്തു. എല്ലാവർക്കും ഇതുപോലെ എല്ലാവരും ഇങ്ങനെ മാസ്റ്ററി സ്വയം മാസ്റ്റർ ആവാനായിട്ടുള്ള ഇങ്ങനെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും. അപ്പം അതിന്റെ ഒരു പടിയായിട്ട് ജ്യോതി മാമും അതിന്റെ ഇതിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി പലരിലും ഈ ധ്യാനത്തിന്റെ മാഹാത്മ്യം പലരിലും എത്തിക്കാനായിട്ട് ഇതുപോലെയുള്ള ക്ലാസ്സുകൾ എടുക്കാനായിട്ട് തയ്യാറാക്കാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു സുപ്രിയ മാം. Thank you, Jyoti ji. Thank you so much. താങ്ക് യു ജ്യോതി മാം. വളരെ ചെറിയൊരു ക്ലാസ് ആയിരുന്നു. എന്നാൽ പോലും അതിനകത്തുനിന്ന് വളരെ വ്യക്തമായിട്ട് പല കാര്യങ്ങളും പറഞ്ഞു. നേരത്തെ പറഞ്ഞു ജ്യോതി മാം വന്നിട്ട് അധികം നാളായില്ലെന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ എക്സ്പീരിയൻസ് ധാരാളം ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ക്ലാസ് എടുക്കാൻ തന്നെ മുന്നോട്ട് വന്നത്. അത് അതിൻ്റെ നല്ലൊരു എക്സാമ്പിൾ ആയിരുന്നു. പിന്നെ ആ എക്സ്പീരിയൻസിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ജ്യോതി മാം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. മെഡിറ്റേഷനിലിരിക്കുമ്പം ആ മനസ്സിന് ശാന്തത കിട്ടുന്നതും ആ ശാന്തത കിട്ടുന്നതിൽ കൂടാണ് നമുക്ക് നമ്മുടെ ചിന്തകളും നമ്മുടെ ഡെയിലി റുട്ടീനും കാര്യങ്ങളും എല്ലാം പിന്നെ വളരെ വ്യക്തത അതിനെല്ലാം വരുന്നു എന്ന് പറഞ്ഞു. ശരിക്കും വളരെ ചിന്താദീപകമായിട്ടാണ് ആ കാര്യങ്ങൾ പറഞ്ഞത്. നമുക്ക് എപ്പോഴും മനസ്സിൽ നമുക്ക് ഇന്ന് മുഴുവൻ നമുക്ക്
ആ ഒരു പിന്നെ ഒരു മിഠായി നമുക്ക് വായിലിട്ട് നിറഞ്ഞുകൊണ്ടിരിക്കാം. ആ ഒരു അനുഭവം അത്രയും ഇതായിട്ട് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഇന്ന് മുഴുവൻ നമുക്ക് അനുഭവത്തിയാണത്. ശരിക്കും അത്ര ക്ലിയർ ആയിട്ടാണ് പറഞ്ഞത്. ഇത്ര കാര്യങ്ങൾ വളരെ ക്രിസ്പായിട്ടാണ് ആ ഒരു കാര്യം പറഞ്ഞത്. നമ്മളൊക്കെ സാധാരണ മെഡിറ്റേഷൻ ചെയ്താൽ നല്ലതാണ് എന്നൊക്കെ പറയുന്നെങ്കിൽ പോലും അത് എങ്ങനെയാണ് അത് ആ ഒരു മിഠായി പോലെ ആ ഒരു സ്വീറ്റ് ആയിട്ട് വന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ജ്യോതിലക്ഷ്മി ജി പറഞ്ഞു തന്നു. വളരെ നന്ദി. താങ്ക് യു സന്തോഷ് ജി. താങ്ക് യു. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ഇന്നത്തെ പ്രോഗ്രാമിൽ ഞായറാഴ്ച ദിവസം എല്ലാവരും നേരത്തെ ഉണർന്ന് ഇങ്ങനത്തെ സത്സംഗത്തിൽ പങ്കെടുത്തത് തന്നെ വലിയൊരു കാര്യമാണ്. ഈ 14 ദിവസവും തുടർച്ചയായി പല പല അറിവുകൾ നമ്മളെല്ലാവരും നേടിയെടുക്കും ഇങ്ങനത്തെ സത്സംഗത്തിലൂടെ. അതിനായി ഇനിയും കാത്തിരിക്കാം പുതിയ പുതിയ അറിവുകളെ. ജ്യോതി ചേച്ചിയുടെ ആത്മസമർപ്പണമാണ്. എന്താ വെച്ചാല് എല്ലാം അറിയാനുള്ള ഒരു ആകാംക്ഷയാണ്. എന്തിനും എന്താ പറയണ്ട, എന്ത് ചോദിക്കുമ്പോഴും അതിനെക്കുറിച്ച് കൂടുതൽ നമ്മുടെ അടുത്ത് ക്ലാരിറ്റിയോടെ പറഞ്ഞു തരാൻ പറയും. അപ്പൊ ആ ഒരു ഇതാണ് ജ്യോതി ചേച്ചി ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് ഇങ്ങനെയൊക്കെ പറയാനുള്ള ഒരു ഇതിലേക്ക് മാറിയത്. അതിന് ഒത്തിരി താങ്ക് യു ജ്യോതി ചേച്ചി. താങ്ക് യു. നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് പലർക്കും പലതരത്തിലുണ്ടാവും. പക്ഷെ അതിൽ നിന്ന് നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആ അനുഭവങ്ങളിൽ നമ്മൾ മുഴുകി പോകാതെ നമ്മൾ ആ അനുഭവങ്ങളിൽ നിന്ന് കുറെ പാഠങ്ങൾ പഠിക്കുന്നത്. ആ പാഠങ്ങളിലൂടെയാണ് ഞാൻ പഠിച്ചിട്ടാണ് നമ്മളുടെ ചിന്തകളെയൊക്കെ ഞാൻ ഒരു വിധത്തില് ഇങ്ങനെ ക്രമീകരിച്ച് വരുന്നതും ഈ മെഡിറ്റേഷനിലേക്ക് എത്താൻ സാധിച്ചതും. ഇതിൽ ഒരുപാട് നല്ല നല്ല അനുഭവങ്ങളാണ് എനിക്കുണ്ടായത്. എനിക്കിതിന് വളരെയധികം നന്ദി ഞാൻ സുപ്രിയ മാം, പിന്നെ എന്നെ ഇതിലേക്ക് കൊണ്ടുവന്ന ആശ മാമിന് ഞാൻ ഈ സമയത്ത് പറയാണ്. കാരണം അവരെന്നെ ഒരുപാട് നിർബന്ധിച്ചതാണ്. പക്ഷെ എനിക്ക് ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ പോയ ആളാണ്. അപ്പോ പിന്നീട് എനിക്ക് സമയമായി ഇതിലേക്ക് വരാൻ. ഒത്തിരി നന്ദി. പുതുതായിട്ട് എത്തിയിട്ടുള്ള തനുജ മാം എങ്ങനെയുണ്ടായിരുന്നു? നല്ല ക്ലാസ് ആയിരുന്നു, നല്ലതായിരുന്നു. ഞാനൊരു ന്യൂ കമറാണ്. ഓക്കെ, താങ്ക് യു. നല്ല പറഞ്ഞു. നല്ല അഭിപ്രായമാണ്. എല്ലാവരിൽ നിന്നും ഓരോരോ നമ്മൾക്ക് അറിയാത്തതും ഓരോരോ കാര്യങ്ങൾ അറിയണം. ഓരോ അറിവുകളിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കണം. നമ്മൾ എല്ലാവരെയും എന്താ വെച്ചാൽ കേരളത്തിലുള്ള നമ്മൾ ഏതേതോ സ്ഥലങ്ങളിലുള്ളവരെല്ലാം നമ്മൾ ഈ ഗ്രൂപ്പോടെ കാണാനും നമ്മൾ ഒന്നാവാനും നമുക്ക് സാധിച്ചതിൽ അത് വലിയൊരു ഇതാണ്, വലിയൊരു സമ്പത്താണ്. നമ്മൾക്ക് എല്ലാവരെയും കാണാനും ഇങ്ങനെയുള്ള ഓരോ കൂട്ടായ്മയിൽ ചേരാനും എല്ലാം പങ്കുവയ്ക്കാൻ സാധിച്ചതിൽ വളരെ വളരെ സന്തോഷം. അല്ലെങ്കിൽ നമ്മളെല്ലാം ഓരോരുത്തരും എവിടെയോ കിടക്കണോ, നമുക്കൊന്നും പരിചയപ്പെടാൻ പറ്റില്ല. ഇങ്ങനെ ഒരു ഇതുള്ളതുകൊണ്ട് നമുക്കതെല്ലാം സാധിച്ചു കിട്ടിയല്ലോ, അതിൽ വളരെ സന്തോഷമാണ്. നമ്മൾ ഒരു കുടുംബമായി എല്ലാം ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിന് വലിയൊരു പ്രാധാന്യമാണ്. നമ്മൾക്ക് സാധിക്കാത്ത ഓരോ കാര്യങ്ങൾ കിട്ടുമ്പോൾ അത് വളരെ വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. താങ്ക് യു. എന്തായാലും ഇന്നത്തെ പ്രോഗ്രാം നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ ഇതായി. അനൂപ് ഒന്നും പറഞ്ഞില്ലല്ലോ. അനൂപേ? ജ്യോതി ചേച്ചി നല്ല രീതിയിൽ തന്നെ പറഞ്ഞു. ചെറിയ സമയം കൊണ്ടായാലും ഒത്തിരി കാര്യങ്ങളെ കിട്ടി. നല്ലൊരു അനുഭവമായിരുന്നു അത്. ശരി, അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും നന്ദി. ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും നന്ദി. നാളെ എല്ലാരും പങ്കെടുക്കണം. ഞാനാണ് പറയണത്. നാളെ ടെക്നിക്കൽ ഏരിയയിൽ നിന്ന് തിയറിറ്റിക്കൽ ഏരിയയിലേക്കാണ് വരുന്നത്.
നാളെ പിന്നെ ശ്രീകലാജിയുടെ ക്ലാസ്സിനായിട്ടും ഇത് ഗൈഡഡ് മെഡിറ്റേഷനായിട്ടും നമുക്ക് കാത്തിരിക്കാം. അതോടുകൂടി ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഏകദേശം പൂർത്തിയായി. ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും PMCയുടെ പേരിൽ നന്ദി. ഇന്ന് നല്ല രീതിയിൽ ക്ലാസ് എടുക്കുകയും നല്ല രീതിയിൽ നമ്മളെ ആ മെഡിറ്റേഷൻ എനർജിയിലേക്ക് ഗൈഡഡ് മെഡിറ്റേഷനിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയും ചെയ്ത ജ്യോതിലക്ഷ്മിജിക്ക് PMC മലയാളത്തിന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു. എല്ലാവർക്കും നന്ദി.